ഇന്ന് നാളെയുമായി ഒരു നിർണായകമായ ചർച്ചയാണ് ലോകത്ത് നടക്കുന്നത്. ആ ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആ സംഘർഷത്തിന് അയവ് വരും എന്ന് കരുതുന്നു. പക്ഷേ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വരുന്നത് ഇറാൻ്റെ പുതിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഈ ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാറിലെത്തിയാൽ, ഗാസയിലെ സംഘർഷം അവസാനിപ്പിച്ചാൽ തങ്ങൾ തിരിച്ചടിയിൽ നിന്നും പിന്മാറുമെന്നും തങ്ങളുടേതായ ആക്രമണത്തിൽ നിന്നും പിന്മാറുമെന്നും ഇറാൻ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇത് US പ്രസിഡന്റ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലും ഹമാസും തമ്മിലൊരു കരാറിലെത്തുകയും വെടിനിർത്തലിലേക്ക് മാറുകയും ചെയ്താൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും മറ്റും ഉണ്ടാകില്ല. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം നാളെ നടക്കുന്ന ചർച്ച സ്ഥലം ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈജിപ്തിലോ ഖത്തറിലോ വെച്ചായിരിക്കും ചർച്ച നടക്കുക എന്ന് മാത്രമാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ചർച്ചയിൽ ഹമാസ് പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹമാസിനെ പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്നലെ ഹമാസ് 2 റോക്കറ്റുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്ത് വിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതായത് ഹമാസിനെ സംബന്ധിച്ച് ഇത് പെട്ടെന്ന് തീർക്കാനുള്ളൊരു സാധ്യത അവർ കാണുന്നില്ല. ഇല്ലെങ്കിൽ ആ തീർക്കരുത് എന്നൊരു ആഗ്രഹം ഒരുപക്ഷെ അവർക്കുണ്ടാകാം. കാരണം ഈ ചർച്ചയിൽ പ്രധാനമായി ഇസ്രായേൽ മുൻപോട്ട് വെക്കുന്ന കാര്യം ബന്ദികളുടെ മോചനമായിരിക്കും. ഈ ബന്ദികൾ എത്ര പേർ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഹമാസ് ഇതുവരെ നൽകിയിട്ടില്ല. ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വ്യക്തത നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇത് വെച്ചിട്ടുള്ളൊരു ബാർഗൈനിങ് ആയിരിക്കാം ഒരുപക്ഷെ. എന്നാൽ ഈ ചർച്ച മുൻപോട്ട് പോകാനുള്ള സാധ്യതകളുമില്ല. ഇപ്പോൾ ഈ ഇറാൻ്റെയും മറ്റുമുള്ള പ്രസ്താവനയ്ക്ക് ഇസ്രായേൽ മറുപടി നൽകിയിട്ടില്ല. ഇസ്രായേൽ പറയുന്നത് തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ തങ്ങൾ വലിയ തിരിച്ചടി നൽകുമെന്നാണ്. ഏതായാലും ഈ ചർച്ച മുൻപോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ തിരിച്ചടി വൈകിപ്പിക്കും എന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. അതായത് ചർച്ച പുരോഗമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം എന്ന നിലയിലാണ് തങ്ങൾ പിന്മാറുന്നത്. ഇതിനിടയിൽ ഇറാൻ പറഞ്ഞൊരു സുപ്രധാന കാര്യം കൂടിയുണ്ട്. അതാണ് എല്ലാവരും സംശയം ജനിപ്പിക്കുന്നത്. ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഈ വെടിനിർത്തൽ കരാറിൽ ഇറാൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അത് ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഈ വെറുതെ ഒരു വെടിനിർത്തലും ഇറാൻ്റെ ഒരു സാന്നിധ്യത്തിലുള്ള വെടിനിർത്തലുമൊക്കെ ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പൗരന്മാരെ ബന്ദികളാക്കിയത് തന്നെയാണ് വലിയ വിഷയം. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സ്വന്തം രാജ്യത്ത് തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ ബന്ദി ആക്കലിനെതിരെ. ഏതായാലും ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ഓരോ മൂവ്മെൻറ്റുകളും വളരെ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.